السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. വിസ്ഡം വേൾഡ് ആൻഡ് മൈമൻ അക്കാഡമി നടപ്പാട്ടരംഗത്തെ റമദാൻ ഖുർആന്റെ സ്പെഷ്യൽ ക്ലാസ്സിലേറ്റിക്കറ് ഞങ്ങൾ ഓർമ്മിച്ചു കൂടിയിട്ടില്ലേ. ആമന റസൂലു എന്ന് തുടങ്ങിയിട്ടുള്ള അങ്ങനത്തെ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ 2 ആയത്തുമായിട്ടിക്കറ് ഞങ്ങൾ വിശദീകരിച്ചുകൊണ്ടില്ലേ. അല്ലാഹു തആല ഒരു മനുഷ്യനായോണു പ്രധാനമായിട്ട് വേണായങ്ങനത്തെ ഈമാനും അതുപോലെയുള്ള അമലുകളെ ಬಗ್ಗೆ വിവരണയാക്കണങ്ങനത്തെ അതുപോലെ അതുമായി ബന്ധപ്പെട്ട് ദുആ ഉൾക്കൊള്ളിച്ചിട്ടുള്ളങ്ങനത്തെ ആയത്തുകളാണ് ഈ 2 ആയത്തുകൾ. അതിൽ ഫസ്റ്റ് ആയത്തിൽ അല്ലാഹു തആല ഈമാന്റെ ബഗ്ഗെയാണ് അല്ലാഹു തആല ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങവും അതുപോലെ മുഅ്മിനീങ്ങളെല്ലാവരും യഥാർത്ഥത്തിൽ വിശ്വസിക്കാനായ നമ്പണായ അങ്ങനത്തെ എല്ലാ കാര്യത്തിലും പരിപൂർണമായ നമ്പിക്കയുള്ള ആൾമാരായിട്ടിക്കിടാറ്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി. അങ്ങ മലക്ക് അല്ലാഹുലു അവന്റെ മലായികത്തില് അല്ലാഹു തആലയുടെ കിതാബുകളില് മുർസലീങ്ങളില് അങ്ങ വിശ്വസിക്കട ആൾമാരായിട്ടിക്കിടാറ്, നമ്പിക്ക വെക്കിട ആൾമാരായിട്ടിക്കിടാറിട്ടാണ് അള്ളാഹു ചൊന്നെ. സാധാരണ ഞങ്ങൾ പണ്ടിൽ പിന്നെ ഈമാന്റെ കാര്യമായിട്ട് ഞങ്ങൾ പഠിച്ചു പണ്ടത് 6 കാര്യമായിട്ടിക്കരുത്. അള്ളാഹുലുള്ള വിശ്വാസ, അവന്റെ മലക്കുകളിൽ വിശ്വാസ, അള്ളാഹു താല ഭൂമി ലോകത്ത് ഇറക്കിയങ്ങനത്തെ കിതാബുകളിലുള്ള വിശ്വാസ, അള്ളാഹു താല കടത്തിയങ്ങനത്തെ മുർസലീങ്ങ എല്ലാ മുർസലീങ്ങളിലുള്ള ഈമാൻ വിശ്വാസ, അതുപോലെ അന്ത്യനാളിലുള്ള വിശ്വാസ, വൽ യൗമിൽ ആഖിർ, അതുപോലെ ഖൈറും ഷർറും എല്ലാ ഖൈറും ഷർറും അള്ളാഹു താലയുടെ നിശ്ചയപ്രകാരാണ് ഉണ്ടാവിടെ എന്നുള്ള ഖദറിലുള്ള വിശ്വാസ. ഈ 6 കാര്യങ്ങളാണ് സാധാരണ ഈമാന്റെ കാര്യമായിട്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ട് വന്നത്. അതിലുള്ള 4 കാര്യമായിട്ട് ഇക്കർ അള്ളാഹു താല ഇവിടെ ഹൈലൈറ്റ് ആക്കി ചൊന്നത്. അള്ളാഹും മലക്കുകളിലുള്ള വിശ്വാസ, അള്ളാഹുടെ കിതാബും മുർസലീങ്ങളിലുള്ള കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി. പക്ഷേ ബാക്കിയുള്ള 2 കാര്യങ്ങൾ ആഖിറത്തിലുള്ള വിശ്വാസത്തെ ಬಗ್ಗೆ അല്ലാഹു തആല അതിൽ പിന്നെ വഇലൈക്കൽ മസീർ എന്ന പലക്കത്തിൽ അല്ലാഹു തആല സൂചിപ്പിച്ചുകൊണ്ടുള്ള വഇലൈക്കൽ മസീർ ചെന്നെങ്കിൽ ഓ അല്ലാഹ് നിന്നിലേക്ക് തന്നെയാണ് നമുക്ക് മടങ്ങുകയില്ലേ. അത് മടങ്ങുകയില്ലേ എവിടെയാണ് മടങ്ങുന്നത്? ദുനിയാവിൽ ഒരിക്കലും അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ചൊല്ല വിഷയമില്ല. അത് ആഖിറത്തിൽ തന്നെയാണ് അല്ലാഹുവിലേക്ക് മടങ്ങുകയില്ലേ. അപ്പൊ ആ നിലയ്ക്ക് ആഖിറത്തിലുള്ള വിശ്വാസം അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. പിന്നെ എല്ലാ ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നാണ് ഉണ്ടാവുകയുള്ള വിശ്വാസ, അള്ളാഹുലുള്ള അങ്ങനത്തെ ഈമാന്റെ ഭാഗമായിട്ടുണ്ടാവുക അങ്ങനത്തെ ഒരു വിശ്വാസമായിട്ടിക്ക് ഒർത്തകു അള്ളാഹുലു പരിപൂർണമായ ഈമാന് വന്നിട്ടെങ്കിൽ പിന്നെ അള്ളാഹു ആക്കടെ എല്ലാം അള്ളാഹുവാണ് ഇവിടെ ആക്കിക്കൊണ്ടില്ല. എല്ലാ ഖൈറും ഷർറും എല്ലാം അള്ളാഹുവാണ് സൃഷ്ടിച്ചുകൊണ്ടില്ല ചൊല്ല വിശ്വാസം അത് ഓട്ടോമാറ്റിക് ആയിട്ട് വേണ്ട. അതുകൊണ്ടിട്ടത് ചൊല്ലനായ അഗത്യവുമില്ല. ആണ് വിശ്വാസത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അല്ലാഹു തആല ഫസ്റ്റ് ഈ ആയത്തിൽ ചൊന്നെ. എന്നിട്ട് മുഅ്മിനീങ്ങ ഈ വിശ്വാസങ്ങ കൈകൊണ്ടങ്ങനത്തെ സ്വീകരിച്ചങ്ങനത്തെ മുഅ്മിനീങ്ങ പ്രധാനമായിട്ട് അങ്ങനെ ഒരു നിലപാടായിട്ട് അങ്ങ് ചൊല്ലങ്ങനത്തെ ഒരു കാര്യമാണ് അല്ലാഹു തആല നെക്സ്റ്റ് ചൊന്നിട്ടില്ല. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. ആ മുഅ്മിനീങ്ങ ചൊല്ലുവാറ് ലാ നുഫർരിഖു നങ്ങ ഭേദഭാവ കാട്ടില്ല. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. അല്ലാഹു തആലയുടെ മുർസലീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളുടെ ഇടയിലും നങ്ങ ഭേദഭാവ കാട്ടില്ല.
ചെന്നെങ്കിൽ ഇന്ന ആളിന്റെ ഞങ്ങൾ സ്വീകരിക്കട, ഇന്ന ആൾ ഞങ്ങൾ സ്വീകരിക്കില്ല, ഇന്നാല് നബീൻ ടൊപ്പിട, ഇന്നാല് നബീൻ ടൊപ്പില്ല എന്നൊരു രൂപത്തിലുള്ള ഭേദഭാവം ഒരിക്കലും കാട്ടില്ല. ഇസ്ലാമിയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സൗന്ദര്യമാണ്, ബാക്കിയുള്ള ധർമ്മത്തുകൊണ്ടും ഇല്ലാത്തങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിശേഷത്തായിട്ട് ഇസ്ലാം ധർമ്മത്തിലുള്ള എന്തിരെ ആദം നബി അലൈഹിസ്സലാം മുതലുള്ളങ്ങനത്തെ ഞങ്ങളെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബണ്ടോടുത്തോറുള്ളങ്ങനത്തെ എല്ലാ അമ്പിയാക്കന്മാരില് വിശ്വാസം നമുക്ക് കഡ്ഡായിട്ടിക്കറ്. ഏതെല്ലാം അമ്പിയാക്കന്മാർ വന്നരാറ് അങ്ങെല്ലാരും അള്ളാഹുടെ നബിയായിട്ടിക്കിടാറ്. അങ്ങ അള്ളാഹു താല പിന്നെ അങ്ങനെ ഭൂമി ലോകത്തേക്ക് ദഅവത്തുക്ക് ബേനായിട്ട് കടത്തിങ്ങനത്തെ നബിയായിട്ടിക്കിടാറ് എന്ന് വിശ്വസിക്കൽ ഞങ്ങളുടെ മേലെ കഡ്ഡായിട്ടിക്കറ്. അതിലും 25 നബിമാരുടെ ಬಗ್ಗೆ ഗൊന്തിക്കലും ഞങ്ങളെ മേൽ കഡ്ഡായിട്ടിക്കറ്. ഖുർആനിൽ പ്രതിപാദനാക്കി അങ്ങനത്തെ 25 ആൾമാർ. അപ്പ ഇന്റുകും നിലനിന്നിട്ടുള്ള അങ്ങനത്തെ ഇപ്പൊ ഉദാഹരണക്ക് ക്രൈസ്ത ധർമ്മ ക്രിസ്ത്യാനിറ്റിൻ്റെ ഉള്ളത് അതിരെ പടിപ്പാട്ടി കൊടുത്തങ്ങനത്തെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാം അത് നഗര നബി ആയിട്ടിക്കുന്നു, നഗര നബിയിട്ട് വിശ്വസിക്കുന്ന ആളായിട്ടിക്കിടാറ്. അതുകൊണ്ടിട്ടു ക്രൈസ്തന്മാര് അങ്ങ് ജീസസ് ചൊല്ലാറല്ലേ, ജീസസ് ക്രൈസ്റ്റാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ ಬಗ್ಗೆ ചൊല്ലത്. ജീസസ് ചൊല്ലത് അത് പേരാണ്, ഈസ ചൊല്ലത് ജീസസ് ചൊല്ല ആ പേരിന്റെ അറബിക് ആവുമ്പോ അത് അറബിയായിട്ട് ബദലാവുമ്പോ ഈസ ഉണ്ടായിട്ടതാണ്. ജീസസ് എന്ന രൂപത്തിൽ അങ്ങ് ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ ಬಗ್ಗೆ അങ്ങ് വിശദീകരിക്കുമ്പോൾ ഒരിക്കലും അത് നമുക്ക് ഒരു സസാറായിട്ട് ഒരു താത്സാറായിട്ട് നമുക്ക് ഒരിക്കലും കാണാനാവില്ല. ഈസാ നബിയുടെ ഒരിക്കലും നമുക്ക് കീഴാക്കുക നമുക്ക് സാധ്യമില്ല. എന്ന് മാത്രല്ല ക്രൈസ്തന്മാർ നസ്രാനിങ്ങളുടെ ആൽമാർ ഈസാ നബി അലൈഹി ഇസ്ലാമുടെ റെസ്പെക്ട് ആക്കിടക്കാണ് യാറ, അങ്ങ ഈസാ നബി അലൈഹി ഇസ്ലാമുടെ പുകളുടെ കാണ യാറ ഞങ്ങളെ പരിശുദ്ധമായ ഖുർആനായിട്ട് ഈസാ നബി അലൈഹി ഇസ്ലാമുടെ പുകലില് എത്രത്തോളം ചൊന്നെങ്കിൽ ഇന്റുകും ചില ക്രൈസ്തന്മാരായിട്ടുള്ള ആൽമാർ നഊദുബില്ല അങ്ങനെ ചില ആൽമാരെ വാദപ്രകാര ഈസാ നബി അലൈഹിസ്സലാം ഒരു വ്യഭിചാര സന്തതി ആയിട്ട് വിശ്വസിക്കടെ ചില ആൽമാരുള്ളത്. അതായത് മറിയം പരിശുദ്ധമായ പരിശുദ്ധ സ്ത്രീയായ അങ്ങനത്തെ മറിയം ബീബി റളിയല്ലാഹു അൻഹാഗ് ഒരു അനൈതികമായ ബന്ധയിന്ത് എന്ന് വിശ്വസിക്കുന്ന ആൽമാറുള്ള നഊദുബില്ല. അങ്ങനത്തെ ഒരു ഈസാ നബി അലൈഹിസ്സലാമു കേടാവിടെ അങ്ങനത്തെ ഒരു വിശ്വാസം മുസ്ലിമീങ്ങുകില്ല. അതുപോലെ നിങ്ങ പഠിച്ചു നോക്കിയിട്ടെങ്കിൽ ക്രൈസ്ത ധർമ്മത്തെ അധികൃത ഗ്രന്ഥമായിട്ട് അങ്ങ് അവതരിപ്പിക്കണ അങ്ങനത്തെ ബൈബിളില് അതില് പല അമ്പിയാക്കന്മാരെ പരിചയപ്പെടുത്തുന്നത് വളരെ മോശമായിട്ടാണ്. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമു സ്വന്ത പെൺമക്കളെ കൊണ്ട് ആക്കിര് എന്ന് പോലും അങ്ങനെ ബൈബിളിൽ അങ്ങ് എഴുതി വെച്ചിരാറ്. അതെല്ലാം പിന്നീട് അങ്ങനെ നേതാക്കന്മാർ എഴുതി വെച്ചങ്ങനത്തെ ആക്കി വെച്ചങ്ങനത്തെ ബെടക്കായ സ്വരങ്ങളാണ്. അതിലൂടെ പല ഉദ്ദേശങ്ങൾ കൊണ്ട് നേതാക്കന്മാർ ഒരു കാര്യം ആക്കി കാട്ടിട്ടെങ്കിൽ പിന്നെ അനുയായികൾ ആക്കല്ലേ. അപ്പൊ വ്യഭിചാരത്തെ സമർത്ഥനാക്കുകയായിട്ട് അങ്ങനെ പല കാര്യങ്ങൾ അമ്പിയാക്കന്മാരുടെ പേരില് തപ്പായിട്ട് പിന്നെ കളവായിട്ട് അങ്ങ് എഴുതി വെച്ചിരാറ്. അങ്ങനെ ആ രൂപത്തിൽ അമ്പിയാക്കന്മാരെ ഒരു താത്സാര രൂപത്തില് ആണ് ക്രൈസ്ത സമുദായാവട്ടെ യഹൂദി സമുദായാവട്ടെ കണ്ടേ. മൂസാ നബി അലൈഹി ഇസ്ലാമുടെ യഹൂദി സമുദായ എത്ര ഉപദ്രാക്കിട്ട് ചൊന്നെങ്കിൽ ഖുർആനിൽ അല്ലാഹു തആല ചൊന്നല്ലേ, മൂസാ നബി അലൈഹി ഇസ്ലാം തന്റെ അനുയായികളുടെ ഒരു പ്രശ്നം കേൾക്കണായിട്ട് ബന്ധു എന്തേ വൈദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുഅ്ദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹ്. മൂസാ നബി അലൈഹി ഇസ്ലാം തന്റെ കൗമുറട്ടൊക്കെ എടുത്ത് യാ കൗമി നോന്നന്റെ സമുദായമേ ലിമ തുഅ്ദൂനനി എന്തിക്ക് നന്റെ ഇങ്ങനെ ഉപദ്രാക്കിടാറ്, നിങ്ങൾ എന്തിക്ക് നന്റെ ഇങ്ങനെ എടുങ്ങാറാക്കിടാറ്. വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹ്, ഞാനൊരു റസൂലുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾ ഗൊന്തില്ലേ, ആ ഒരു റെസ്പെക്ട് നിങ്ങൾ നക്ക് തരണ്ടേ, ആ ഒരു പരിഗണന നക്ക് തരണ്ടേ എന്നൊരു ദയനീയമായ പ്രശ്നം പോലും മൂസാ നബി അലൈഹി ഇസ്ലാം കേൾക്കണായിട്ട് വന്നു. അപ്പൊ ആ മൂസാ നബി അലൈഹി ഇസ്ലാമും ഈസാ നബി അലൈഹി ഇസ്ലാം എല്ലാം പടിപ്പാട്ടിങ്ങനത്തെ യഥാർത്ഥ ആശയങ്ങൾ ഒരിക്കലും അതിരെ അനുയായം കണ്ടിട്ട് ചൊല്ലങ്ങനത്തെ ജൂതന്മാരാ ക്രൈസ്തന്മാരാ സ്വീകരിച്ചിട്ടില്ല. അതെല്ലാം സ്വീകരിച്ചിരെ ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുയായിയായ ഇങ്ങനത്തെ
ഉമ്മത്തു മുഹമ്മദിയായിട്ടുള്ള അങ്ങനത്തെ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളാണ് അമ്പിയാക്കന്മാരെ റെസ്പെക്ട് ആക്കണായ രൂപത്തിൽ റെസ്പെക്ട് ആക്കിയങ്ങ അങ്ങനെ പരിഗണിക്കണായ രൂപത്തിൽ പരിഗണിച്ചങ്ങ. അതുകൊണ്ടിട്ട് അമ്പിയാക്കന്മാരുള്ള വിശ്വാസ അങ്ങെല്ലാവരും മഴസൂമിങ് ആയിട്ടിക്കിടാറ്, അങ്ങ ഒരു തപ്പാക്കാത്ത ആൽമാരായിട്ടിക്കിടാറ്, അള്ളാഹുടെ പ്രത്യേകമായ സംരക്ഷണയും പ്രത്യേകമായ പരിഗണനയും റെസ്പെക്റ്റും ബഹുമാനവുമുള്ള ആൽമാരായിട്ടിക്കിടാർ അമ്പിയാക്കന്മാർ എന്ന വിശ്വാസ ഓരോ മുസ്ലിമീങ്ങും കഡ്ഡായിട്ടിക്കൽ. അപ്പൊ ഒരു നബി നമുക്ക് വേണു, ഇന്നൊരു നബി വേണ്ട, മൂസാ നബി നമുക്ക് വേണു, ഈസാ നബി വേണ്ട എന്ന രൂപത്തില് ക്രൈസ്ത സമുദായവും യഹൂദി സമുദായം കാട്ടിയ പോലത്തെ ഒരു ഭേദഭാവം ഒരിക്കലും മുസ്ലിമീങ്ങ കാട്ടില്ല. ക്രൈസ്ത സമുദായം യഹൂദി സമുദായം അങ്ങനെ കാട്ടിയത്. ക്രൈസ്തന്മാര് അങ്ങ് ചിലപ്പോ എന്താക്കിടാറ്, പിന്നെ യഹൂദി സമുദായത്തെ നേതാവുണ്ട് അറിയപ്പെട്ട അങ്ങനത്തെ മൂസാ നബി അലൈഹിസ്സലാമുടെ അങ്ങ ചിലപ്പോ ബെടക്കായിട്ട് ചിത്രനാക്കിടാറ്. യഹൂദിങ്ങമ അങ്ങ ഈസാ നബി അലൈഹിസ്സലാമുടെ ബെടക്കായിട്ട് ചിത്രനാക്കിട. ഇങ്ങനെ പരസ്പരം അങ്ങനെ ദ്വേഷ തീർക്കുകയായിട്ട് അമ്പിയാക്കന്മാരെ അങ്ങ ബെടക്കായിട്ട് അങ്ങ് അവതരിപ്പിക്കിടാറ്. ആ ഒരു കുബുദ്ധി, ആ ഒരു ബെടക്ക് ബുദ്ധി മുസ്ലിമീങ്ങൾക്ക് ഒരിക്കലും ഇല്ല എന്നാണ് അള്ളാഹു താലയുടെ പ്രഖ്യാപിക്കല്. ആ മുസ്ലിമീങ്ങനെ പലക്കാണ് അള്ളാഹു താലയുടെ എടുത്തുചൊണ്ടേ ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, അള്ളാഹുടെ മുർസലീങ്ങളിൽ നിന്നിട്ട് ഒരാളുടെ ഇടയിലും ഞങ്ങൾ ഭേദഭാവ കാട്ടില്ല, എല്ലാവരും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ആൾമാരായിട്ടിക്കിടാറ്. ആദം നബി അലൈഹി സ്വലാമിനെ പിടിച്ചിട്ട് അവസാനത്തെ നബി ആയിട്ടുള്ള മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തോലുള്ള എല്ലാ അമ്പിയാക്കന്മാർ. എന്നിട്ട് അങ്ങ ചൊല്ലങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അങ്ങ വെറും ഈമാന് കൈവരിച്ചിട്ടുള്ള ആൾമാർ മാത്രല്ല, അങ്ങനെ ജീവിതത്തിൽ അങ്ങ് പരിപൂർണമായിട്ട് അള്ളാഹുടെയും അള്ളാഹുടെ റസൂലിന്റെയും അനുസരിക്കിട ആൾമാറുമായിട്ട് ഇക്കിടാറ്. വഖാലു സമിഅനാ വഅത്വഅനാ, അങ്ങ സ്വന്തമായിട്ട് ചൊല്ലാറ്. അങ്ങ് എന്തിനായിട്ട് യാ റസൂലല്ലാ, ഓ അള്ളാഹുരട്ടും ചൊല്ലുവാറ്, റസൂലിട്ടും ചൊല്ലുവാറ്, ഓ അള്ളാഹുവേ. അതുപോലെ ഓ യാ റസൂലല്ലാ സമിഅനാ, നിങ്ങൾ ചൊല്ലതെല്ലാം ഞങ്ങൾ കേക്കടാ, നിങ്ങൾ ചൊല്ലതെല്ലാം ഞങ്ങൾ സ്വീകരിക്കടാ, വഅത്വഅനാ, അതെല്ലാം ഞങ്ങൾ അനുസരിക്കുക ഞങ്ങൾ തയ്യാറുള്ള. അപ്പൊ ഈമാനിലും അമലിലും അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് ഇക്കിടാറിട്ടാണ് അള്ളാഹു താലൂടെ പ്രഖ്യാപിച്ചത്. നബിത്തങ്ങളെ ഉമ്മത്ര പുകലിൻ്റെതാണ്. എന്തോരു നബിത്തങ്ങൾക്കുള്ള എന്തൊരു റെസ്പെക്ട് ആണിത്. നബിത്തങ്ങൾക്കുള്ള അങ്ങനത്തെ എന്തൊരു റെക്കഗ്നിഷൻ അംഗീകാരമായിട്ട് നബിത്തങ്ങവും വലിയ ആളാണ്, അതോടുകൂടി നബിത്തങ്ങളെ ഉമ്മത്തും വലിയതാണിട്ടാണ് അള്ളാഹു താല ഈ ആയത്തിൽ ചൊല്ലുന്നത്. വഖാലു സമിഅനാ വഅത്വഅനാ, എന്നിട്ടങ്ങ എത്ര അങ്ങനെ ഒരു താഴ്മ നോക്കൂ, അങ്ങനെ ഒരു പിന്നെ തവാദുഅ് നോക്കൂ. എന്നിട്ടങ്ങ് ചൊല്ലുവാറ്, ഓ റബ്ബേ ഞങ്ങ അനുസരിക്കടാണ്ട് ചൊന്നെങ്കും ചിലപ്പോ ഞങ്ങളുടെ ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങളെ അനുസരണയിൽ എന്തെങ്കിലും പ്രോബ്ലം ചിലപ്പോ വരൂ, അതുകൊണ്ടിട്ട് ഞങ്ങ കേക്കടാ. ഗുഫ്റാനക റബ്ബന, ഓ റബ്ബേ ഞങ്ങൾക്കു നീനെല്ലാം പൊറത്തു തരണു, ഞങ്ങളെ തപ്പുങ്ങല്ല നീ മാഫാക്കി തരണു. വഇലൈക്കൽ മസീർ, നിന്നിലേക്ക് തന്നെയല്ലേ ഞങ്ങൾക്ക് മടങ്ങുകില്ലേ, നിന്റെ മുട്ടമല്ലേ ഞങ്ങൾക്ക് പറകുല്ലേ. ഈ ബോധത്തിൽ ഈമാന്റെ ശക്തമായ ഈമാന്റെ ബോധ, അനുസരണയുടെ ബോധ, അതുപോലെ അള്ളാഹുടെ മാഫ് കേൾക്കണങ്ങനത്തെ ഒരു ബോധ, അതുപോലെ അള്ളാഹുലേക്കാണ് മടങ്ങുകില്ലേ എന്ന ബോധ, ഈ നല്ല ബോധത്തിലാണ്, മൈൻഡ് സെറ്റിലാണ് നബിത്തങ്ങളെ ഉമ്മത്ത് ഇക്കിടേട്ടാണ് ഉമ്മത്ത് ഉല്ലേ. ആ രൂപത്തിൽ നബിത്തങ്ങ ഉമ്മത്തിനെ ക്രിയേറ്റ് ആക്കിയത്, ഉണ്ടാക്കിയത് എന്ന ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് അള്ളാഹു താല ആയത്തിൽ തന്നിട്ടില്ലേ. അടുത്ത ആയത്തിൽ അള്ളാഹു ചൊല്ലേ ആ അമലുമായി ബന്ധപ്പെട്ട ഒന്നുകൂടിയുള്ള എക്സ്പ്ലനേഷൻ ആണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, അല്ലാഹു തആല ലാ യുകല്ലിഫുല്ലാഹു, അല്ലാഹു നിർബന്ധിക്കില്ല, നഫ്സൻ ഒരാളുകും, ഇല്ലാ വുസ്അഹാ അവനുകു സാധ്യമുള്ളത്ര അല്ലാണ്ട് ഏതൊരാളുകും അള്ളാഹു താല അള്ളാഹു കഡ്ഡായാക്കണങ്ങനത്തെ കാര്യങ്ങ അത് അവനുകു സാധ്യയുടെ കാര്യങ്ങൾ മാത്രമായിട്ടിക്കരുത്. അസാധ്യമായ കാര്യങ്ങൾ ഒരിക്കലും അള്ളാഹു താല ആർക്കും കഡ്ഡായമാക്കില്ല, ആർക്കും നിർബന്ധിക്കില്ല. അത് വലിയൊരു ഈ ഉമ്മത്തിന് അള്ളാഹു താല തന്നങ്ങനത്തെ ഒരു വലിയ നിഅമത്തും വലിയ ഒരു അംഗീകാരാണ്. കഷ്ടപ്പാടുള്ള അങ്ങനത്തെ അസാധ്യാണ്ട് കാണ്ടങ്ങനത്തെ ആക്കൊരിക്കലും ആവില്ല എന്ന രൂപത്തിലുള്ള അങ്ങനത്തെ ഒരു കാര്യവും ഈ ഉമ്മത്തിന് അള്ളാഹു താല നിർബന്ധിച്ചിട്ടില്ല. അതാണ് അള്ളാഹു ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരു നഫ്സുക്കും അള്ളാഹു താല അസാധ്യാണ്ട് ചൊല്ലുമ്പോൾ ഒന്നും നിർബന്ധിച്ചില്ല. ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ ജീവിതത്തിലെ ചിന്തിച്ചു നോക്കി മനസ്സിലാവും.
അല്ലെ ഞങ്ങൾക്ക് ദീന് പടിപ്പാട്ടി അല്ലെങ്കിൽ ദീന് കഡ്ഡായമാക്കിയ ഏതെങ്കിലും ഒരു കാര്യ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ആക്കുകാവില്ല ചൊല്ല പോലത്തെ ഒരു കാര്യം ഉണ്ടാ ഞങ്ങളെ മടി കൊണ്ടിട്ടല്ല അല്ലെ ഞങ്ങളെ ആലസ്യ കൊണ്ടിട്ടാക്കുവാത്തതല്ല ഞങ്ങളെ ത്വാക്കത്തുക്ക് ആവാത്തങ്ങനത്തെ ഞങ്ങളെ താക്കത്തുക്ക് എത്തിപ്പെടാത്തങ്ങനത്തെ ഒരു കാര്യവും അള്ളാഹു താല ഞങ്ങളെ ടാക്കുക ചൊന്നിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള സരളമായിട്ടുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങവും അല്ലാഹു തആല ഞങ്ങളെ ടാക്കുക ചൊന്നരെ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്. ഇനി അമലിന്റെ ಬಗ್ಗೆ അല്ലാഹു തആല ചൊല്ലെ ലഹാ മാ കസബത്, ഓരോ ഓരോ നഫ്സും പ്രവർത്തിക്കണങ്ങനത്തെ ഓരോ കാര്യങ്ങ ഓരോ നല്ല നല്ല കാര്യങ്ങ ആ നഫ്സുക്ക് സ്വന്തമായിട്ട് ഉപಕಾರ കിട്ടുകയുള്ളതായിട്ടിക്കര്. ലഹാ ഓരോ നഫ്സുക്ക് ഓരോ ആളുക സ്വന്തമായിട്ട് ഉപಕಾರ കിട്ടുകയുള്ളതായിട്ടിക്കര് മാ കസബത്ത് ഓരോ വ്യക്തിയും ആക്കിടങ്ങനത്തെ കാര്യങ്ങൾ. വഅലൈഹ മക്തസബത്ത് ഓരോ വ്യക്തി ആക്കിടങ്ങനത്തെ തപ്പായ കാര്യങ്ങ ആ വ്യക്തിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമായിട്ടിക്കര്. അതായത് നല്ല കാര്യം ആക്കിയെങ്കിൽ അത് നമുക്ക് ലാഭമാണ്, ബെടക്കായ കാര്യം ആക്കിയെങ്കിൽ അത് നമുക്ക് നഷ്ടാണ് അർത്ഥം. അള്ളാഹു താലക്ക് ഒന്നും കിട്ടുക പോണില്ല. ഞങ്ങൾ നല്ലതാക്കിയത് കൊണ്ട് അള്ളാഹു താലക്ക് ഒന്നും കൂടുക കുറയുക പോണില്ല. ഞങ്ങൾ ആക്കിയത് കൊണ്ടിട്ട് അള്ളാഹു താലക്ക് ഒന്നും കുറയുകയും പോണില്ല, ഒന്നും നഷ്ടാവുക പോണില്ല. നഷ്ടവും ലാഭവും എല്ലാം ഞങ്ങു ആയിട്ട് കയറിയിട്ടാണ് അള്ളാഹു പടിപ്പാട്ട്. ലഹാമാ കസബത്ത് വാലിഹാ മക്തസബ്. ആക്കിടതെല്ലാം ഓരോ നഫ്സുകാണ് ലാഭ. നല്ല കാര്യം ആക്കിടതെല്ലാം ഓരോ ആളുകേറ്റി കയറി ലാഭമില്ലേ. ബെടക്കായ കാര്യാക്കിയെങ്കിൽ ഓരോ നഫ്സുകാണ് അതൊരു നഷ്ടവുമില്ലേ ഇത് ചൊന്നിട്ട് അള്ളാഹു താല. അപ്പൊ അമലുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനത്തെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അള്ളാഹു താല രണ്ട് കാര്യമാണ് ചൊന്നി. ഒന്ന്, അമലുകളെ വിഷയത്തിൽ അള്ളാഹു താല നമുക്ക് തന്നങ്ങനത്തെ ഏത് അമലും ഒരിക്കലും ആക്കുകാവാത്ത അങ്ങനത്തെ ഒരു അമൽ അള്ളാഹു താല നമുക്ക് തന്നിട്ടില്ലേ. അത് ആക്കണ്ടാൻ ചൊന്ന കാര്യങ്ങളാവട്ടെ ആക്കണു ചൊന്ന കാര്യങ്ങളാവട്ടെ. ആക്കണു ചൊന്ന കാര്യങ്ങളെ കൂട്ടത്തിൽ ഒന്നും എന്തിരില്ല, ഒരിക്കലും ആക്കി തീർക്കുകയാവാത്ത കാര്യങ്ങളില്ല. ഇനി അള്ളാഹു ആക്കണ്ടാൻ ചൊന്ന കാര്യത്തില് ഒരിക്കലും ബുടകാവാത്ത അങ്ങനത്തെ കാര്യങ്ങളുമില്ല. അത് ചൊന്നിട്ട് അള്ളാഹു താല ചൊല്ലേ, ഞാൻ ആക്കു ചൊന്ന കാര്യമെല്ലാം നിങ്ങൾ ആക്കിയിട്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭാണ്. ഞാൻ ആക്കണ്ടാൻ ചൊന്ന കാര്യങ്ങൾ ബുട്ടിട്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭമായിട്ടിക്കര്. ഇനി ബുട്ടത് നിങ്ങൾ ആക്കിയിട്ടെങ്കിൽ ആക്കണ്ട ചൊന്ന കാര്യം നിങ്ങൾ ആക്കി പോയിട്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിട്ടിക്കര്. അതുകൊണ്ടിട്ടു അത് ചന്തത്തു പോലെ അതിരെ പാലനാക്കോറുണ്ടാണ് അള്ളാഹു താല. എന്നിട്ട് അത് ചൊന്നാൽ മുഅ്മിനീങ്ങ ദുആർക്കടങ്ങനത്തെ അമലിന്റെ കാര്യത്തിൽ ഉണ്ടാവുടങ്ങനത്തെ അങ്ങുണ്ടാവുക ചാൻസ് ഉള്ളങ്ങനത്തെ ചിലപ്പോ തപ്പ് പറകും അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കിങ് പറകും ചാൻസ് ഉണ്ട്. ആ മിസ്റ്റേക്കുകളെ ബഗ്ಗೆയാണ് അത് ಅದರ ಬಗ್ಗೆ ಅಲ್ಲಾಹು ತಾಲ ಒಟ್ಟಿಗುಲ್ಲಂಗಂತೆ ಅವರು ಮಾಫ್ ಕೇಕಡಂಗಂತೆ ಅವರು ಮನೋಭಾವದ ಬಗ್ಗೆ ಇಟ್ಟಿಕರು. ನೆಕ್ಸ್ಟ್ ಅಲ್ಲಾಹು ತಾಲ ಚೊಂದಿಲ್ಲ ಮುഅ್ಮಿನೀಗ ದುಆರ್ಕು ಅರೆಂದರೆಂಟು ರಬ್ಬನಾ ಲಾ ತುಆಖಿದ್ನಾ ಇನ್ ನಸೀನಾ ಔ ಅಖ್ತഅನಾ. റബ്ബേ ലാ തുആഖിദ്ന, ഞങ്ങളെ നീന് ശിക്ഷിക്കുക തീറാ, ഇന്നസീന ഞങ്ങ മറന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യ മറന്നിട്ട് ഞങ്ങ നിന്റെ അനുസരണക്കേട് കാട്ടിയണ്ടായെങ്കിൽ നിക്കനുസരണക്കേട് മറന്നിട്ട് ഞങ്ങ കാട്ടിയണ്ടായെങ്കിൽ ഔ അഖ്തഅന അല്ലെങ്കിൽ ചിലപ്പോ വേണൂണ്ടെ ചിലപ്പോ അനുസരണക്കാട് ഞങ്ങളെ മടി കൊണ്ടിട്ടു ഞങ്ങളെ ഹവൻ നഫ്സു കൊണ്ടിട്ടു വേണൂണ്ടെ ഞങ്ങ തപ്പാക്കിയണ്ടായെങ്കിൽ ഞങ്ങളെ നീ ശിക്ഷിക്കുക തീറ റബ്ബേ. മറന്നിട്ട് നീ കൽപ്പിച്ചൊരു കാര്യം ബുട്ടേണ്ടായെങ്കിൽ അല്ലെങ്കിൽ മറന്നിട്ട് നീന് വിരോധിച്ചൊരു കാര്യം ഞങ്ങൾ ആക്കിപ്പോയിട്ടായെങ്കിൽ ഞങ്ങൾ നീ ശിക്ഷിക്കുക തീറ റബ്ബേ. ഔ അഖ്തഅന ഞങ്ങ ഒരു നല്ല കാര്യം ആക്കുണായ നല്ല കാര്യ അത് വേണുണ്ടെ ചിലപ്പോ ഞങ്ങളെ മടി കൊണ്ടിട്ടു ഞങ്ങളെ ഹവൻ നഫ്സ് കൊണ്ടിട്ടു ഞങ്ങ വിട്ടുപോയിട്ടായെങ്കിൽ ഞങ്ങളെ നീൻ എന്താക്കുക തീര ശിക്ഷിക്കുക തീറ റബ്ബേ എന്ന് ആണ് മുഅ്മിനീങ്ങൾ ദുആർക്കുവാർ. ഇതെല്ലാം യഥാർത്ഥത്തില് ഈ ഒരു മനോഭാവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നോലിന്നങ്ങനത്തെ സമുദായത്തിൽ ഇല്ലാത്ത നല്ല മനോഭാവമായിട്ടിരിക്കും. മുന്നോലത്തെ സമുദായങ്ങളില ഒരു കാര്യം ആക്കുക ചെന്നിട്ടെങ്കിൽ നേരെ ഒരു നബിയായിട്ടുള്ള ഒരാള് എന്തെങ്കിലും ഒരു കാര്യം ആക്കുക ചെന്നിട്ടെങ്കിൽ അതിന് നേരെ വിരുദ്ധമായിട്ട് ആക്കിടാറിട്ട് മാത്രല്ല മാഫ് കേക്കടങ്ങനത്തെ ഒരു മനോഭാവമേ കാട്ടിട്ടില്ലാണ്ട്
ഖുർആനിൽ അള്ളാഹു താല പല ജാഗത്തിൽ ചൊന്നറ മൂസാ നബി അലൈഹി ഇസ്ലാമുടെ കൗമ് മൂസാ നബി അലൈഹി ഇസ്ലാമുടെ കൗമ് മൂസാ നബി അലൈഹി ഇസ്ലാമുക്ക് വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളാക്കി അല്ലെ. മൂസാ നബി അലൈഹി ഇസ്ലാം ഇല്ലാത്ത ടൈമിലു പിന്നെ തൗഹീദ് വിരുദ്ധമായിട്ടുള്ള അങ്ങനത്തെ വിഗ്രഹാരാധന പോലും ആക്കി പോയാൽ അതിൽ പിന്നെ അള്ളാഹു താല ആ സമുദായത്തിന് പുറത്തു കൊടുത്ത അള്ളാഹു താല ബനു ഇസ്രായേൽ സമുദായത്തിന് പുറത്തു കൊടുക്കുമ്പോ അള്ളാഹു താല ഒരു കണ്ടീഷൻ എല്ലാം വെച്ച എന്തരെ അള്ളാഹു താല അങ്ങു നല്ലൊരു ഭൂപ്രദേശം കാട്ടിട്ട് നിങ്ങ ആ ജാഗത്തേക്ക് നിങ്ങ കടക്കൊരു അവിടെ നിങ്ങൾക്ക് നാൻ സമൃദ്ധമായിട്ട് നിങ്ങൾക്ക് എല്ലാ ജീവന നാണ് തന്റെ. പക്ഷെ നിങ്ങ ആ ജാഗത്തേക്ക് കടക്കുമ്പോ നിങ്ങ ബഗ്ഗിയോണ്ട് നിങ്ങ പോണവിടേക്ക്. അതുപോലെ പിന്നെ വക്കൂലു ഹിത്വത്തുൻ നിങ്ങ ചൊന്നോണ്ട് പോണു എന്തരെ ഞങ്ങളുടെ ഭാഗത്തിൽ നിന്ന് തപ്പൈത്ത് എന്ന രൂപത്തിൽ ചൊന്നോണ്ട് പോണു. ഒരു മാഫ് കേക്കടങ്ങനത്തെ ഒരു മനോഭാവം നിങ്ങളിൽ വരണു എന്ന രൂപത്തിൽ ചൊന്നപ്പ ആ സമുദായ ആക്കിയെന്തരെ فبدل الذين ظلموا قولا غير الذي قيل لهم فأرسلنا عليهم رجزا من السماء بما كانوا يكسبون. പക്ഷെ ആ സമുദായ ബനു ഇസ്രായേൽ മൂസാ നബി അലൈഹി സ്വലാമുടെ കൗം എന്താക്കിയാൽ അങ്ങ അള്ളാഹു താല ചൊന്നതുപോലെ അങ്ങനെ തഗ്ഗിബഗ്ഗിയോണ്ട് പോവാണ്ടെ പോയില്ലാണ്ട് മാത്രല്ല അങ്ങനെ തഗ്ഗിബഗ്ഗിയോണ്ട് പോയില്ലാണ്ട് മാത്രല്ല അങ്ങ അള്ളാഹു താല ചൊന്നത് പലക്കത്തിന് നേരെ എതിരായിട്ടില്ലേ അതിലെ തമാസാക്കയുടെ രൂപത്തിൽ വേറൊരു പലക്കാണ് അങ്ങ് ചൊന്നെ. ഹിത്വത്തുൻ എന്നാണ് അള്ളാഹു താല ചൊന്നെ. അങ്ങ അതുക്ക് ബദലായിട്ട് ഹന്തൊത്തുൻ എന്ന് ചൊന്നോട്ട് നടന്നാണ്. ഹന്തൊത്തു എന്നെങ്കിൽ പിന്നെ ഗോധി വേണു, ഗോധി ചൊല്ല ഒരു ധാന്യം നമുക്ക് വേണു, ആ ധാന്യം വേണു മാഫ് വേണു കേൾക്കുമ്പോഴായിട്ടാണ് അള്ളാഹു താല ചൊന്നത്. പക്ഷെ അങ്ങ അതുക്ക് വിരുദ്ധമായിട്ട് നമുക്ക് ഗോതമ്പ് വേണു, ധാന്യം വേണു എന്ന രൂപത്തിൽ അതിനെ ഒരു സസാറാക്കിയിട്ട് താത്സാറാക്കിയ രൂപത്തിൽ അങ്ങ് പോയാൽ അപ്പൊ അത്രയും അനുസരണക്കേട് കാട്ടിവിട്ടിന്നങ്ങനത്തെ കൗമാണ് മുന്നത്തെ കാലത്തിൽ നിന്ന്. പക്ഷേ അള്ളാഹു താല നബിത്തങ്ങളെ പുകലിച്ചുണ്ട് അതെല്ലാം കാല കഴിഞ്ഞിട്ട് നബിത്തങ്ങളെ ഉമ്മത്ത് അങ്ങനല്ല ചൊന്ന പോലെ കേക്കിടങ്ങനത്തെ ഉമ്മത്താണ്. എത്രത്തോളം ചൊന്നിങ് അങ്ങനെ തപ്പുണ്ടായെങ്കിൽ അങ്ങ് ചൊല്ലുവാറ് ലാ റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്തഅനാ റബ്ബേ മറന്നിട്ട അല്ലെങ്കിൽ ചിലപ്പോ വേണുണ്ടേമാ ഞങ്ങളുടെ ഭാഗത്തിൽ എന്തെങ്കിലും തപ്പായിട്ടെങ്കിൽ റബ്ബേ ഞങ്ങളെ നീ ശിക്ഷിക്കണ്ട. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ഓ റബ്ബേ ربنا لا تحمل علينا ഓ റബ്ബേ ലാ തഹ്മില അലൈന ഇസ്റൻ ഞങ്ങളുടെ മേലെ നീന് ദിന്നത്തെ നീന് പൊറുപ്പാട്ടു തീറ ഞങ്ങൾക്കു ദിന്നാവുടങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കു നീന് കഡ്ഡായമാക്കു തീറ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിന ഞങ്ങളെ മുന്നിലുള്ള ആൽമാർക്ക് നീന് കഡ്ഡായമാക്കിയതുപോലെ ഞങ്ങളെ മുന്നത്തുള്ള ആൽമാർക്ക് പല ഭാരമുള്ളങ്ങനത്തെ പല കാര്യങ്ങൾ നീ എന്താക്കിയ കഡ്ഡായമാക്കിയത് അതുപോലെ ഞങ്ങൾക്ക് നീ ആക്കിരണ്ട. അതായത് ബനു ഇസ്രായേലിക്ക് അള്ളാഹു താല ഭയങ്കര കഷ്ടമുള്ളങ്ങനത്തെ പല കാര്യങ്ങൾ അള്ളാഹു താല കഡ്ഡാക്കുന്ന. ഉദാഹരണക്ക് അങ്ങ എന്തെങ്കിലും ഒരു ദോഷാക്കിന്നെങ്കിൽ തൗബായിട്ട് അങ്ങ് സ്വന്തം നഫ്സ്രമെ അങ്ങ് കൊല്ലോണിന്ത്. എന്തെങ്കിലും വലിയ ദോഷങ്ങളാക്കിയിട്ടെങ്കിൽ അതിലെ തൗബ എന്ന നിലക്ക് പശ്ചാത്താപം എന്ന നിലക്ക് സ്വന്തം നഫ്സ്രമെ അള്ളാഹു താല കൊല്ലുക അങ്ങ് ഓർഡർ ആക്കുന്നു. അതുപോലെ ഒരു ജാഗ അങ്ങനെ എന്തെങ്കിലും ഒരു ജാഗ ഡ്രസ്സായി എന്തെങ്കിലും നജസ്സായി പോയിട്ടെങ്കിൽ അത് പിന്നെ കൽകിട്ട് ശുദ്ധിയാക്കടല്ല ആ ജാഗത്തമേ കട്ടാക്കിട്ട് വിടണം. അതുപോലെ സക്കാത്ത് കൊടുക്കുമ്പോ അങ്ങനെ ഉല്ലങ്ങനത്തെ ഇടീ മാലിന്റെ 1/4 ഭാഗം ഒരു ഭാഗം നമുക്കിപ്പോ ഒരു സക്കാത്ത് കൊടുക്കുക ഇക്കിടെത്ര 100 ഇപ്പൊ ഉദാഹരണക്ക് ബിസിനസ് സക്കാത്ത് തിന്നിട്ടെങ്കിൽ 100 100% ആണ് അല്ലെ അത്രമേ ഇക്കിടെ. അതേ ടൈമിലു ബനു ഇസ്രായേലിക്ക് ഇന്ന് സക്കാത്ത് എത്ര ഇടീ സ്വത്തിന് 1/4 ഭാഗം അതായത് 125% സക്കാത്ത് കൊടുക്കുകയും ഒരു കണക്കിൽ ഞങ്ങളെ 10 ഇരട്ടിന്റെ ചൊല്ല വേണമെങ്കിൽ. അപ്പൊ അത്രയും കഷ്ടമുള്ള രൂപത്തിലാണ് അള്ളാഹു താല അങ്ങു ഭയങ്കര കഷ്ടമുള്ള അങ്ങനത്തെ കാര്യങ്ങളാണ് അങ്ങു കഡ്ഡായമാക്കിയിട്ടുണ്ട്. അതെല്ലാം അള്ളാഹുടെ ഹിക്കുമത്ര ഭാഗമാണ്. എന്തുകൊണ്ടിട്ടു അത്രയും ഹഠമാരിയായിട്ടുള്ള അങ്ങനത്തെ ഒരു തരത്തെ കൗമായിട്ട് ഈ ബനു ഇസ്രായേൽ ചൊന്ന പോലെ കേൾക്കാത്ത ഹഠമാരിയായിട്ടുള്ള കല്ലുപോലത്തെ ഒരു സമുദായമായിട്ട് വേണം ചൊല്ല. അപ്പൊ അങ്ങനെ ബഗ്ഗുപാട്ടൊന്നുണ്ടായെങ്കിൽ അങ്ങനെ കഷ്ടമുള്ള കാര്യങ്ങൾ കൊടുക്കണവും. സാധാരണ നിങ്ങൾ നോക്കൊരു പിന്നെ ഇപ്പൊ ഒരു
ഒരു ഉസ്താദ് പിന്നെ വിദ്യാർത്ഥികളെ നിയന്ത്രಣ ആക്കുമ്പോ എന്താക്കട് ഭയങ്കര കേക്ക് ರೆಡಿ ಇಲ್ಲಾತಂಗಂತ ಮಕ್ಕ ಇಂದೆಂಟ ಹಿಂಗ ಅಂಗು ಭಯಂಕರ ಕಷ್ಟದ ಕಾರ್ಯಗಳಾണ് കൊടുക്കുടെ അങ്ങനെ ഒന്ന് ബഗ്വാട്ടൊക്കെ പോയിട്ട് അങ്ങനെ ചെറുക്കുമ്പറൊക്കെ പോയിട്ട് എന്താക്കിടാറ് കഷ്ടമില്ല എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കിടാറ് അനുസരണ ഉണ്ടാക്കുക ഉപയനായിട്ട് അപ്പൊ ആ രൂപത്തിൽ അള്ളാഹു താല പല കാര്യങ്ങ ഞങ്ങളെ നബിത്തങ്ങളെ മുന്നോരുള്ളെ മുന്നത്തെ സമുദായത്തിക്കെല്ലാം അള്ളാഹു താല കൊടുത്തുന്നു അങ്ങനത്തെ ഒരു കാര്യങ്ങ ഭാരമുള്ള കാര്യം അള്ളാഹ് ഞങ്ങളെ മേലെ നീ പൊറുപ്പാട്ടുണ്ടാണ്ടാണ് ഈ ദ്വാർക്കിടെ പൊറുപ്പാട്ടുണ്ടാണ്ട അർത്ഥം എന്തരേ അങ്ങനെ ദ്വാർന്നത്ര ഫലം ഉണ്ടായിട്ട് അങ്ങനെ അള്ളാഹു താല കഷ്ടമില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ സമുദായത്തിൽ എന്താക്കിയിട്ടില്ലേ അള്ളാഹു താല തന്നിട്ടില്ല ربنا ولا تحملنا ما لا طاقة لنا به ربي ولا تحملنا ما لا طاقة لنا به ഞങ്ങൾക്കു കഴിവില്ലാത്ത കാര്യങ്ങൾ എന്തും ഞങ്ങൾക്കു നീന് കുറിപ്പാട്ടൊക്കെ തീറ കഴിവില്ലാത്ത ഞങ്ങളെ കൊണ്ടാക്കുകാവാത്ത അങ്ങനത്തെ കാര്യങ്ങൾ അതൊരു ക്ഷേമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ക്ഷേമായി പോണ്ടല്ലേ അല്ലെ എന്തെങ്കിലും ഒരു കാര്യം നബിത്തങ്ങവും അള്ളാഹു താല ഈ ഉമ്മത്തൊരൊട്ടിಗೆ കൽപ്പിക്കടെ എന്നിട്ട് ഈ ഉമ്മത്ത് ഒരിക്കലും ആറും ഒരു ആളും ഉമ്മത്തിൽ നിന്നിട്ട് ഒരാളും അത് ആക്കാണ്ടിക്കടെ അത് നബിത്തങ്ങുകെ ഒരു അള്ളാഹു താല ഒരു ക്ഷേമം പോലെയല്ലേ അല്ലെ ഉദാഹരണക്ക് ഇപ്പൊ ഒരു സ്കൂളിൽ പിന്നെ ഒരു ടീച്ചർ എന്താക്കിയത് ക്ലാസ്സിൽ ഒരു റൂൾസ് കൊണ്ടു ഒരു പുതിയ റൂൾസ് ഒരാളും ആക്കില്ല ആ റൂൾസ് ആ ടീച്ചർക്ക് എത്ര വലിയ ക്ഷേമല്ലേ അല്ലെ അത് പിന്നെ അത് നടപ്പിലാക്കുക ആയില്ലാണ്ടല്ലേ ടീച്ചർക്ക് വെടക്ക് പേരല്ലേ പണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥാപനം അങ്ങനെ റൂൾസ് കൊന്നിട്ട് മക്കാറും അത് പാലനാക്കിയില്ലെങ്കിൽ സ്ഥാപനയ്ക്ക് ഒരു ക്ഷേമാണത് സ്ഥാപനയ്ക്ക് അത് നടപ്പിലാക്കുക ഇല്ലാണ്ട് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇവിടെ പല നിയമങ്ങളെ ചൊന്നിട്ടു അത് ഉമ്മത്ത് അനുസരണാക്കിയില്ലെങ്കിൽ അത് വലിയ ക്ഷേമാണ് അപ്പൊ അതുകൊണ്ടിട്ട് അള്ളാഹു താല അങ്ങനെ അനുസരണെ ഒരിക്കലും ആക്കുകാവാത്തങ്ങനത്തെ ഒരു നിയമവും അള്ളാഹു താല ഉമ്മത്തിക്ക് തന്നിട്ടില്ല ആ ഒരു പിന്നെ കാര്യം തറവ് തീറ എന്ന രൂപത്തിലെ ദ്വാം കൂടിയാണ് റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി ഓ റബ്ബേ ഞങ്ങളെ കൊണ്ട് ഒരിക്കലും ആക്കുക സാധ്യമില്ലാത്ത അങ്ങനത്തെ ഒരു കാര്യവും നീന് ഞങ്ങൾക്കു നീന് ഞങ്ങളെ മേലെ നീന് അടിച്ചേൽപ്പിക്കുക തീറ ഞങ്ങളെ മേലെ നീന് പൊറുപ്പാട്ടകു തീറ റബ്ബേ വഅഫു അന്നാ ഞങ്ങൾക്കു നീന് എല്ലാം മായ്ച്ചു വിടണു ഞങ്ങളെ ദോഷങ്ങളെ നീന് മായ്ച്ചു വിടണു വഗ്ഫിർ ലനാ ഞങ്ങൾക്കെല്ലാം നീ പുറത്തു തരണു വർഹംനാ ഞങ്ങളെ ഞങ്ങളെ നീന് പ്രത്യേകമായിട്ടുള്ള വിശേഷമായിട്ടുള്ള റഹ്മത്ത് കൊണ്ട് നീന് പൊതിയണു ഞങ്ങളെ ദോഷങ്ങളെ ഡിലീറ്റും ആക്കണു ആ വിഷയത്തില് റെക്കോർഡിൽ ഒന്ന് ഫസ്റ്റ് ഒന്ന് റെക്കോർഡിൽ ഡിലീറ്റ് ആക്കാനുണ്ടാണ് വാഴ്ഫുവാന്ന ഞങ്ങളെ ദോഷങ്ങൾ അള്ളാഹു താല എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡിലെല്ലാം എന്താക്കി വിടണം ഡിലീറ്റ് ആക്കി വിടും റഹ്മാനെ വഗ്ഫിർലന ആ കാര്യത്തിൽ നിക്ക് പിന്നെ ഒരു അതൃപ്തിക്കൊകും തീര ഇന്ന് ദോഷാക്കിയോണല്ലേ ഓണു ഇങ്ങനത്തെ ഓണല്ലേ ചൊന്നിട്ട് നിന്റെ മുട്ടാതെ നിക്കൊരു അതൃപ്തിക്കൊകും തീര നീന് പരിപൂർണമായിട്ട് ഞങ്ങളെ കാര്യത്തിൽ തൃപ്തനാവണു നിന്റെ റിളുവാനും മിനല്ലാഹി അക്ബർ അള്ളാഹുടെ തൃപ്തിയാണ് ഏറ്റവും വലിയത് ദോഷങ്ങ റെക്കോർഡിൽ ഇല്ലാണ്ട് ഞങ്ങൾ നേരെ സ്വർഗത്തിക്ക് പോയെങ്കും അള്ളാഹു താല എന്താക്കിയ ഞങ്ങളെ റെക്കോർഡിൽ ഇന്ന് അങ്ങനത്തെ ദോഷങ്ങളിൽ അള്ളാഹു താല ഡിലീറ്റ് ആക്കിയ പക്ഷെ അള്ളാഹു കൊണ്ടുണ്ടല്ലേ ഇത് റെക്കോർഡിൽ ഇല്ലെങ്കും അള്ളാഹുഗു ഓൺ ഇന്നതാക്കിരാ ചൊന്നിട്ട് കൊണ്ടുണ്ടല്ലേ അള്ളാഹുഗു ഒരു അതൃപ്തി മാത്രം ഞങ്ങളെ മേൽ ഇന്നിട്ടെങ്കിൽ അള്ളാഹുഗു ഒരു ഞങ്ങളെ കാര്യത്തിൽ ഒരു പരിപൂർണ തൃപ്തി ഇല്ലാണ്ടായെങ്കിൽ അത് വലിയ ഞങ്ങൾക്ക് കേടാണ് അപ്പൊ ഞങ്ങളെ കാര്യത്തിൽ നീ പരിപൂർണനായി തൃപ്തനാവണം പരിപൂർണ റിളുവാൻ വേണം നിക്ക് വഗ്ഫിർലന അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പരിപൂർണമായിട്ട് എന്താ പുറത്തു തറന്നു നിന്റെ പുറത്ത വേണു വർഹംന പുറത്ത മാത്രമേ ആവുള്ളൂ വർഹംന ഞങ്ങളെ മേൽ പ്രത്യേകമായിട്ട് നിന്റെ ഒരു റഹ്മത്ത് തറന്നു കിർഫ കാട്ടുന്നു റഹ്മാനെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ചൊരിഞ്ഞു തറന്നു റബ്ബേ അന്ത മൗലാന നീയാണ് നമുക്ക് എല്ലാ യജമാനൻ ഞങ്ങൾ എല്ലാ കാര്യം ഏറ്റെടുക്കണമെന്ന് നീയാണ് വല്ലാത്ത നബിത്തങ്ങളെ ഉമ്മത്ത് ദ്വാർക്കിടങ്ങനത്തെ ദ്വാകളാണിത് അത്രയും അള്ളാഹുടെ കാര്യത്തില് ഒരു പരിപൂർണമായ നിലക്ക് അള്ളാഹുടെ മുന്നൊരു സബ്മിറ്റ് ആക്കിയിട്ട് അള്ളാഹുക്ക് പരിപൂർണമായിട്ട് സമർപ്പിച്ച രൂപത്തിലുള്ള അങ്ങനത്തെ ദ്വാ ആയിട്ടിക്കറ് ഉമ്മത്ത് മുഹമ്മദീയ നബിത്തങ്ങളെ ഉമ്മത്ത് ദ്വാർക്കിടെ അന്ത മൗലാന ഈ ഉമ്മത്തിൽ എല്ലാ ആൾമാർ ചൊല്ലുവാർ മുഅ്മിനീങ്ങൾ ചൊല്ലുവാർ അന്ത മൗലാന ഓ
അല്ലാ നീ ആയിട്ടിക്കര ഞങ്ങളെ യജമാന. ഊടരെ ദുനിയാവുടെ ഒരു ശക്തിയും ഞങ്ങളെ യജമാനല്ല. ദുനിയാവുടെ ഒന്നുരെയും ആശ്രയിച്ചിട്ടല്ല ഞങ്ങ ജീവിച്ചോണ്ടുള്ളേ. ഏതെങ്കിലും ഒരു അധികാരത്തെ കേന്ദ്രത്തെമാ, ഏതെങ്കിലും ഒരു രാഷ്ട്രത്തെ ആഡളിത്ത കൂട്ടത്തെമാ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിരം ആരെയും ഞങ്ങ ആശ്രയിച്ചിട്ട് അവലംബിച്ചിട്ടാ ഞങ്ങ ഇല്ല. നിന്റെ മാത്ര കണ്ടിട്ടാണ് ഞങ്ങ ഉള്ളേ. നോക്കൂ, ഉമ്മത്ത് മുഹമ്മദിയുടെ ഈമാൻ അങ്ങനത്തതല്ലേ. ഫലസ്തീനിലുള്ള ആൾമാരെ ഈമാൻ നിങ്ങൾ കണ്ടോണ്ടില്ലേ? അങ്ങു കാലങ്ങനെ കണ്ണുള്ള അള്ളാഹുടെ മേലാണ്. എങ്ങനത്തെ ദുരന്ത പരിസ്ഥിതി വന്നെങ്കും അചഞ്ചലമായിട്ടുള്ള വിശ്വാസമാണ് കാട്ടിയിട്ടുള്ളത്. അതാണ് ആ ഒരു വിശ്വാസം ഇക്കിട് ഉമ്മത്ത് മുഹമ്മദിയെ ഇക്കിട് എന്ന രൂപത്തിലാണ് അള്ളാഹു തആല സൂചിപ്പിച്ചുകൊണ്ടുള്ളത്. അന്ത മൗലാന, ഞങ്ങളെ യജമാനായിട്ട് നിന്റെ മാത്രമാണ് ഞങ്ങൾ കാണണ്ടേ. ഫൻസുർനാ, റബ്ബേ ഞങ്ങൾ നീ സഹായിക്കുന്നു അല്ലാ, അലൽ ഖൗമിൽ കാഫിരീൻ, നിഷേധികളായിട്ടുള്ള ഖൗമുകളെ വിരുദ്ധമായിട്ട് ഞങ്ങളെ നീ സഹായിക്കുന്നു റബ്ബേ. നിന്റെ നിഷേധിച്ചിട്ട് നിന്റെ അനുസരണക്ക് നിന്റെ നന്ദി കാട്ടിട്ട് നടക്കണങ്ങനത്തെ ആൽമാരെ വിരുദ്ധമായിട്ട് നീയാണ് റബ്ബേ ഞങ്ങളെ നീ സഹായിക്കണായത്. അല്ലാ നീ സഹായിക്കണു എന്ന രൂപത്തിൽ വളരെ താഴ്മയോട് കൂടെയുള്ള ദുആ ആയിട്ടിക്കര് ഉമ്മത്തു മുഹമ്മദിയ ദുആർക്കടെ. അപ്പൊ ഈ ആമന റസൂലിന്റെ ഈ 2 ആയത്തിൽ ഫസ്റ്റ് അല്ലാഹു തആല ഈമാന്റെ ഇമ്പോർട്ടൻസ്, ഈമാന്റെ മഹത്വ ആണ് അല്ലാഹു തആല ഹൈലൈറ്റ് ആക്കി ചൊന്നരെ. രണ്ടാമത്തതിലെ അമല് കാര്യത്തിലുള്ള വിഷയവും അതുപോലെ അമലിന്റെ കാര്യത്തിൽ പണ്ടങ്ങനത്തെ തപ്പുവപ്പുമെല്ലാം എങ്ങനെയാണ് അതിರ ಬಗ್ಗೆ നബിത്തങ്ങളെ ഉമ്മത്ത് ഇക്കടങ്ങനത്തെ ഒരു മനോഭാവം എന്തായിട്ടിക്കറ് എന്നതായിട്ടിക്കറ് രണ്ടാമത്തെ ആയത്തിലുമില്ല. അപ്പൊ ഈമാന്റെയും അമലിന്റെയും ഒരു പരിപൂർണ രൂപത്തിൽ പ്രസന്റ് ആക്കി അങ്ങനത്തെ 2 ആയത്തുകളായിട്ടിക്കറ് ഈ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്ത്. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് ചില കാര്യങ്ങൾ അതിൽ ചൊല്ലുകൊണ്ടു അല്ലാഹു തആല എല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.